ഞാൻ കുഞ്ഞുമോൻ ബിർക്കിൾ, ജ്യോതി മർമ്മതിരുമ കളരി കാവാലം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സ്റ്റിക്ക് റൊട്ടേഷൻ അഥവാ നെടുപടി വീശ് ആണ്. ആ സ്റ്റിക്ക് റൊട്ടേഷൻ്റെ ഒന്നും രണ്ടും ഭാഗം നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞു. ഇനി 3ഉം 4ഉം ആണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പോൾ ആ 1ഉം 2ഉം വെർഷൻ അത് കാണാത്തവർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1ഉം 2ഉം വെർഷൻ കിട്ടും. അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. ഇനി 3ഉം 4ഉം വെർഷനാണ് എടുക്കാൻ പോകുന്നത്. 3ഉം 4ഉം ഭാഗം. അപ്പോൾ സ്റ്റിക്ക് റൊട്ടേഷൻ 1ൻ്റെ 3ഉം 4ഉം. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഇത് നമ്മൾ കറക്കിയത് ഇങ്ങനെ കറക്കുക. കൈമാറി കമത്തി മലത്തി കമത്തി മലത്തി, അങ്ങനെ രണ്ടാമത് ഇപ്പറേ കമത്തി മലത്തി കമത്തി മലത്തി കമത്തി, ഇങ്ങനെ കറക്കുക. അങ്ങനെ പരിശീലിച്ചതിന് ശേഷമാണ് പിന്നെ രണ്ടാമത്തേലേക്ക് കിടക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത് കൈമാറ്റമാണ്. കൈകൾ മാറിക്കിടക്കണം. 1 2 കമത്തി മലത്തി കമത്തി മലത്തി കമത്തി മലത്തി, ഇങ്ങനെയാണ് രണ്ടാമത്തെ. ഇനിയിപ്പോൾ മൂന്നാമത്തേന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ തലയുടെ മുകളിൽ കിടക്കും. 1 കമത്തി കമത്തി മലത്തി കമത്തി മലത്തി കമത്തി മലത്തി കമത്തി മലത്തി, ഇങ്ങനെ പതിയെ കിടക്കണം. ഇങ്ങനെ കൊണ്ടുവന്ന് കൈ കമത്തി കൊണ്ടുവന്ന് ഇങ്ങനെ മലത്തി, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കമത്തി കൊണ്ടുവന്നിട്ട് മലത്തണം. എന്നിട്ട് അത് പിടിച്ച് കമത്തി കൊണ്ടുവന്നിട്ട് മലത്തി മേടിച്ച്, കമത്തി കൊണ്ടുവന്ന് മലത്തി മേടിച്ച്, കമത്തി കൊണ്ടുവന്ന് മലത്തി മേടിച്ച്, കമത്തി കൊണ്ടുവന്ന് മലത്തി മേടിക്കണം. ഇതാണ് മൂന്നാമത്തെ. അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ശ്രദ്ധിക്കുക, ഇതെങ്ങനെയാണെന്ന് ചെയ്ത് കാണിക്കും. ചെയ്ത് ഇന്ന് അത് കട്ട് ചെയ്യും. അടുത്ത സ്റ്റിക്ക് റൊട്ടേഷൻ 1ൻ്റെ 4ആം ഭാഗമാണ് എടുക്കുന്നത്. അത് സ്റ്റിക്ക് റൊട്ടേഷൻ 4ആം ഭാഗം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 4ആം ഭാഗം 3 എണ്ണം കഴിഞ്ഞു. ഇനി 4ാമത്തെയാണ്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇങ്ങനെ സെൻറ്ററിൽ കൈപിടിച്ച് ആദ്യം ഫ്രണ്ടിലൊന്ന് കറക്കി, അത് തിരിച്ചെടുത്ത് പുറകിൽ കൊണ്ടുവന്ന് കൈമാറി, പിന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കൈമാറി, അത് പുറകിൽ കൊണ്ടുവന്ന് കൈമാറി, ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കൈമാറി, അത് പുറകിൽ കൊണ്ടുവന്ന് കൈമാറി. ഇതാണ് 4ാമത്തെ വെർഷൻ. അപ്പോൾ അത് പുറകിൽ എങ്ങനെ കൈമാറുന്നത് കാണിച്ചു തരാം. ഫ്രണ്ടിൽ കൈമാറുന്നത് അത് ഇങ്ങനെ വെച്ചിട്ട് നോക്കണം. സെൻറ്റർ പിടിച്ചിട്ട് ഇങ്ങനെയാണ് പിടിക്കുന്നത്. അത് ഇങ്ങനെ കറക്കി ഇങ്ങനെ സൈഡ് കൈമാറി, അത് തിരിച്ച് പുറകിൽ മലത്തി കൊണ്ടുവന്നിട്ട് പിന്നെ കമത്തി മേടിച്ച്, പിന്നെ ഫ്രണ്ടിലൊന്ന് കറക്കി മലത്തി തിരിച്ച് കമത്തിയിട്ട് അത് മലത്തി കൊണ്ടുവരും. ഇത് കമത്തി മേടിച്ച് മലത്തി കൊണ്ടുവരും. ഇത് കമത്തി കൊണ്ടുവന്നിട്ട് മലത്തി കൊണ്ടുവരും. ഇത് മലത്തി കൊണ്ടുവന്ന് കമത്തി കൊണ്ടുവന്നിട്ട് മലത്തി കൊണ്ടുവരും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ എങ്ങനെയാണെന്ന് പുറകിൽ എങ്ങനെ കൈമാറുന്ന നോക്കണം. ഇവിടുന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിന്ന് കറക്കി പുറകിൽ കൊണ്ടുവന്ന് കണ്ടോ, പുറകിൽ കൊണ്ടുവന്ന് മലത്തിയാണ് കൈമാറും. മലത്തി മേടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കറക്കി ഫ്രണ്ടിൽ കൈമാറി, പിന്നെ കൊണ്ടുവന്ന് പുറകിൽ നിൽക്കണം. മലത്തി കൈമാറി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെയാണ് കൈമാറുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൈമാറുക. ഇങ്ങനെ കൈമാറി എടുക്കും. അത് നേരെ തിരിച്ച് ഇത്ര വശം വരുമ്പോൾ, അടുത്ത വശം വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് കറക്കി ഇവിടെ കണ്ടോ മലത്തി മേടിച്ച് കൈമാറി, ഇത്ര കൊണ്ടുവന്ന് കറക്കി ഇവിടെ സൈഡിൽ കൈമാറി, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വേണം കൈമാറി. ഇതാണ് കൈമാറ്റം. ഇത്രയും ശ്രദ്ധിക്ക്. കൈമാറുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് കൈമാറി കറക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. അത് നമ്മുടെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ചെയ്യുന്നു
നമ്മുടെ കുട്ടികൾ വടി വീശിയത് വലത് സൈഡാണ് അവർ വടി വീശിയത്. ഇനി അടുത്തത് അവർ ഇടത് സൈഡ് എങ്ങനെയാണ് വീശുന്നതെന്ന് കാണിക്കാം. അത് വലത് സൈഡ് വീശിക്കഴിഞ്ഞ് അതിൻ്റെ കൃത്യമായിട്ട് ഇടത് സൈഡ് വീശാൻ പോവുകയാണ്. അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. വാ നമുക്ക് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.